ചില തറ ഫാൻസുകാർ ചിത്രത്തിന്റെ ബജറ്റ് കുറച്ച് കാണിച്ചിട്ട് വലിയ ലാഭമുണ്ടാക്കി എന്ന് പിന്നീട് പറയാൻ വേണ്ടി കാണിക്കുന്ന ചില തറ പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇത് ചോദ്യം ചെയ്ത് ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാറുമുണ്ട്. അത് ഈ അടുത്ത് കാണാൻ തുടങ്ങി. കാരണം മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. ബ്രഹ്മയുഗം എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള ഒരു ഫാൻ ഫൈറ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നത്. ചിത്രത്തിന്റെ ബജറ്റ് വെറും 10 കോടിക്ക് താഴെ കാണിച്ചുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. മമ്മൂട്ടിയുടെ ചിത്രത്തിന് വെറും 10 കോടിക്ക് താഴെയുള്ള ബജറ്റ്, അതുകൊണ്ട് എത്ര നേടിയാലും അത് ഭീകര ലാഭമാകും, ബ്ലോക്ക് ബസ്റ്റർ ആകും തുടങ്ങിയ വലിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ബജറ്റ് വെളിപ്പെടുത്തിക്കൊണ്ട് നിർമ്മാതാവ് തന്നെ വന്നത് അവർക്ക് വലിയൊരു അടിയായി മാറി. സിനിമാ ലോകം ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബ്രഹ്മയുഗം. മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റുകളും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. ഹൊറർ ജോണറിൽ പെടുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പുറത്തിറങ്ങുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കും പുറത്തിറങ്ങിയ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മാതാവ് തന്നെ ബഡ്ജറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ട്വിറ്റർ എക്സിലെ ഹേ ഒപ്പീനിയൻസ് എന്ന പേജിൽ സിനിമയുടെ ബഡ്ജറ്റ് 25 കോടിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിന് മറുപടിയായാണ് യഥാർത്ഥ ബഡ്ജറ്റ് നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 25 കോടിയല്ല, 27.73 കോടി പ്ലസ് പബ്ലിസിറ്റി ചെലവ് എന്ന് പറഞ്ഞാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ചക്രവർത്തി രാമചന്ദ്രൻ മറുപടി നൽകിയത്. ഇതിനു പിന്നാലെ ട്രേഡ് അനലിസ്റ്റുകളും ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം 30 കോടിയുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകളും നൽകി പുറത്തു വന്നു. ഇതോടുകൂടി ചില തറ ഫാൻസുകാരുടെ വാഗ്വാദങ്ങൾ എല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട്. ഷഹനാദ് ജലാൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയിൽ ക്രിസ്റ്റോ സേവ്യർ ആണ് സംഗീത സംവിധാനം. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ എഴുതുന്നത്. മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡിലാണ് ചിത്രത്തിൽ എത്തുന്നത് എന്ന സൂചനയുമുണ്ട്. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽ താലീസ്, മണികണ്ഠൻ ആചാരി എന്നിവരും സിനിമയിലുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവരുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ സിനിമ പുറത്തിറങ്ങും. ഫെബ്രുവരി 15-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക.